ഹലോ ഗൈസ്, ഇത് മുറുവണക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് കേട്ടോ. നിങ്ങൾക്കിതിനെപ്പറ്റി അറിയാമോ എന്നെനിക്കറിയില്ല. ഇതിന് രണ്ട് കളറാണ് കണ്ടോ. ഇവിടെ കാണുമ്പോൾ പച്ചയല്ലേ, പക്ഷെ ഇവിടെ കാണുമ്പോൾ ചെറിയൊരു നല്ല വയലറ്റ് കളറാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും മുറിഞ്ഞാൽ പെട്ടെന്ന് ഇത് പുരട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഇല നമ്മൾ കയ്യിലെടുക്കണം. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെരടി വരുമ്പോൾ ഈ ഇലയുടെ വയലറ്റ് കളറില്ലേ, അതേപോലുള്ളൊരു കളറിലുള്ള ഒരു നീര് കിട്ടും. വെള്ളമൊന്നും കൂട്ടണ്ട, അല്ലാതെ തന്നെ ഞെരടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ കളറിലുള്ള ഒരു നീര് കിട്ടും. ആ നീര് നമ്മൾ മുറിവിൽ പുരട്ടിയാലുണ്ടല്ലോ, നിമിഷ നേരത്തിന് നമ്മുടെ മുറിവ് ഉണങ്ങും കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും കത്തിയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ഈ കത്തി കൊണ്ട് മുറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഓരോ പച്ചക്കറികളൊക്കെ അരിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയുമല്ലോ. അങ്ങനെ മുറിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മരുന്ന് പുരട്ടാൻ ഇത് നട്ടുപിടിപ്പിച്ച വളരെ അനുഭവം ഉള്ള ഒരു സംഗതിയാണ്. ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഒരിക്കൽ എൻ്റെ കൈ ഇങ്ങനെ മേശയിൽ തട്ടി ഞാൻ വീണ് കൈ കുറേ അങ്ങ് മുറിഞ്ഞു. അതിലുള്ള ഒരു ആണി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യം തുരുമ്പുള്ള ആണിയല്ല, പക്ഷേ ആണിയിൽ കൊണ്ട കാരണം കൈ മുറിഞ്ഞപ്പോൾ ചോര ഇങ്ങനെ ഒരുപാട് ഒഴുകിപ്പോയി കയ്യിൽ നിന്ന്. ആ സമയത്ത് ഞാൻ ഈ ഇല കുറച്ചധികം നീരെടുത്തിട്ട് കയ്യിൽ പുരട്ടി. പിറ്റേ ദിവസം കൈ ഉണങ്ങിയിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഇതിനെ മുറുവണക്കി എന്നാണ് പേര്, മുറിവ് കൂട്ടി എന്ന് പേരുണ്ട്. ഇതുപോലെ ഇതിൻ്റെ നീര് പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ മുറിവൊക്കെ ഉണങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ എൻ്റെ അനുഭവമാണ്. അന്ന് അങ്ങനെ മേശ തട്ടി വീണ ആണിയൽ കൈ കൊണ്ട് ഒരുപാട് ബ്ലഡ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ ആ കയ്യിലെ മുറിവിൽ ഇത് പുരട്ടി. പിറ്റേ ദിവസം നേരം വെളുത്ത് ഉറങ്ങി എണീച്ച് കഴിഞ്ഞപ്പോൾ ആ മുറിവ് ഒരുവിധം നന്നായിട്ട് മുറിവ് കൂടിയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസവും ഇത് പലവട്ടം ഞാൻ പുരട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോയില്ല. ആ മുറിവ് തന്നെ ഉണങ്ങി, ആ ബ്ലഡ് നിന്നു, മുറിവ് നന്നായിട്ട് ഉണങ്ങുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അനുഭവമാണ്. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലൊരു കൊച്ച് വീണ് കാലെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മരുന്ന് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ നീര് കാലെ പുരട്ടി കൊടുത്തു. പിറ്റേ ദിവസം അവർ തന്നെ അതിശയിച്ചു പോയി. ആ കൊച്ചിൻ്റെ കാല് നന്നായിട്ട് മുറിവ് കൂടി ഉണങ്ങി കൊച്ചിന് സുഖപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഇല നമ്മൾ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് മുറിവിൽ പുരട്ടിയാൽ മുറിവ് ഉണങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. നീരിൽ നമ്മുടെ ഈ ഇലയുടെ ഈ പുറകുവശത്തെ നിറം കണ്ടോ, ഇതേ കളറിലുള്ള നീരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പുരട്ടിയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കണം. ഇങ്ങനെ അധികം വളമോ ശുശ്രൂഷകളോ ഒന്നും വേണ്ട. നമ്മൾ മണ്ണിലിത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല വേരുണ്ട്. പിന്നെ ഇത് പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവനും ഇങ്ങനെ പടർന്ന് പിടിച്ച് നമുക്കിഷ്ടം പോലെ ഇല പറിക്കാൻ പാകത്തിന് ചെടി ഇങ്ങനെ പടർന്ന് വളർന്നുകൊണ്ടിരിക്കും. വേറെ വളമോ ചാണകമോ ഒന്നും വേണ്ട, ഒരു സംരക്ഷണവും വേണ്ട. പിന്നെ ഇതുപോലെയുള്ള കൂടുതൽ വേനലായിട്ടുള്ള സമയത്ത്, ഒത്തിരി വെയിലുള്ള സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് വെള്ളം അതിനൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കേടുകൂടാതെ ഉണങ്ങിപ്പോവാതെ വളർന്നു വരും. അല്ലാതെ മറ്റ് സംരക്ഷണങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങൾ നിങ്ങൾ വീട്ടുമുറ്റത്ത് വീടിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ട് വളർത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. എപ്പോഴും മുറിവുകൾ, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്തും വീട്ടമ്മമാർ പച്ചക്കറി അരിയുമ്പോഴും ഫ്രൂട്ട്സ് അരിയുമ്പോഴും ഒക്കെ കൈ മുറിയാനും ഒക്കെ സാധ്യതയുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് ഈ മുറുവണക്കി എന്ന് പറയുന്ന സസ്യം ഏറെ പ്രയോജനപ്രദമാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു ചെറിയ തൈ നട്ടാൽ മതി. നല്ല വേരുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പിടിച്ചോളും. പടർന്ന് പിടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇതുണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്കിത് മറ്റുള്ളവർക്കും കൊടുത്ത് മറ്റുള്ളവരെയും സഹായിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ്. എല്ലാവരും നട്ടുപിടിപ്പിക്കണം കേട്ടോ.